എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ എസ് ഫോർ സ്റ്റുഡൻസ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ വാർത്ത വായിക്കുമ്പോൾ ഇന്നത്തെ പത്രത്തിലെ വാർത്തകളൊക്കെ നിങ്ങളെയും കൂടെ കൂട്ടാം. കുറച്ച് നല്ല വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കിടാം എന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പത്രത്തിലെ വളരെ കുട്ടികൾക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കല പഠിക്കണം കളിയും എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. സ്കൂളിൽ കലാകായിക പഠനം നിർബന്ധമാക്കുകയാണ് സർക്കാർ. കുട്ടികളെ സംബന്ധിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്കും തോന്നി ഇന്നത്തെ കാലത്ത് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നണ ഒരു വാർത്തയാണ് കേട്ടോ. എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ക്ലാസ്സിൽ നമ്മളിങ്ങനെ അടങ്ങിയിരുന്ന് പഠിക്കുകയല്ലേ, ഓരോ കാര്യങ്ങളും പഠിക്കുന്നു, എഴുതുന്നു, മനസ്സിലാക്കുന്നു, എഴുതുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ച് സമയം പഠനം ഇരുന്ന് പഠിക്കുമ്പോൾ ഒന്ന് എണീറ്റ് നിന്ന് ഡാൻസ് ചെയ്യായിരുന്നു, ഒരു പാട്ട് പാടായിരുന്നു എന്നൊക്കെ ചില കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും. ഒന്ന് ഓടി കളിച്ചിട്ട് വരായിരുന്നു, ഒരു ഓട്ടം ഓടിയിട്ട് ഗ്രൗണ്ടിൽ കൂടെ ഒരു ഓട്ടം ഓടിയിട്ട് വന്നിരിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും സ്കൂളുകളിൽ കലാകായിക പഠനം വേണം എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. 7100ഓളം അധ്യാപകരെ ഇതിനായിട്ട് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, കലയിലും കായിക ഇനങ്ങളിലൊക്കെ അഗ്രഗണ്യരായിട്ടുള്ള കുറെ പേരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ കുട്ടികളെ, പുതിയ തലമുറയ്ക്ക് അവരുടെ കഴിവുകളൊക്കെ പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതെന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പൊ മക്കളെ അറിയിക്കുന്ന ഒരു ആദ്യത്തെ വാർത്ത അതാണ് കേട്ടോ. ഇപ്പോ സാധാരണഗതിയിലെ 3000ഓളം അധ്യാപകരാണ് ഉള്ളത് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കലാകായിക ഇനങ്ങളൊക്കെ പഠിപ്പിക്കാൻ. പക്ഷെ അതൊന്നും സത്യത്തില് അത്രയും അധ്യാപകർ പോരാ. കൂടുതൽ അധ്യാപകർ ഉണ്ടെങ്കിലാണ് ഇത്രയും കുട്ടികളെ വേണ്ട വിധത്തില് കലയും കായിക ഇനങ്ങളൊക്കെ പരിശീലിപ്പിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവണമല്ലോ. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാട്ടോ. അടുത്തത് കുറച്ച് കൗതുകം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ടൈറ്റാനിക്കിലെ വാച്ചിന്റെ വില എത്രയെന്നറിയോ? 20.9 കോടിയാണ് കേട്ടോ. ലണ്ടനിലെ 113 വർഷം മുൻപ് 1500-ലേറെ യാത്രക്കാരുമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആണ്ടുപോയ ഒരു കപ്പലുണ്ടല്ലോ അല്ലെ, ടൈറ്റാനിക് കപ്പല്. അത് സിനിമയൊക്കെ ആയിട്ടുണ്ടല്ലോ. പ്രണയത്തിന്റെ പ്രതീകമായിട്ട് നമ്മുടെ മനസ്സിലേക്ക്, ആ സിനിമ കണ്ടവരുടെ മനസ്സിലേക്കൊക്കെ ആ ഒരു സിനിമ, പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഓടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ടൈറ്റാനിക്കിലെ വാച്ചിന്റെ കാര്യമാണ് കേട്ടോ പറയണത്. അതിന് ശനിയാഴ്ച കപ്പലിലെ ഒരു പ്രണയ പ്രതീകത്തിന് ശനിയാഴ്ച ലേലത്തിന് ലഭിച്ചത് 17.8 ലക്ഷം പൗണ്ട്, അതായത് ഏകദേശം 20.9 കോടി രൂപ ലഭിച്ചു എന്നാ പറയണ്ടേ കേട്ടോ. അതൊരു കൗതുകകരമായ ഒരു കാര്യമാണ് അല്ലെ. പരസ്പരമുള്ള സ്നേഹത്തിനും ഒക്കെ ഇത്രയധികം വില ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലെ. അപ്പൊ അത് കേട്ടുല്ലോ. ഇത് എന്താണ് ഈ വാച്ചിന്റെ പ്രത്യേകത എന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. സ്ട്രോസ് എന്ന അമേരിക്കൻ വ്യവസായിക്ക് ഭാര്യ ഐഡ സമ്മാനിച്ച സ്വർണ്ണ പോക്കറ്റ് വാച്ചിനാണ് ഈ റെക്കോർഡ് തുക ലഭിച്ചത് കേട്ടോ. ഇംഗ്ലണ്ടിലെ സൗതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ആദ്യ യാത്രയിൽ 1912 ഏപ്രിൽ 14 മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങിയ ടൈറ്റാനിക്കിലെ യാത്രക്കാരിൽ ഇവരും ഉണ്ടായിരുന്നു കേട്ടോ. കപ്പൽ മുങ്ങിയപ്പോൾ ലൈഫ് ബോട്ടില് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും അതിന് തുനിയാതെ ഭർത്താവിനൊപ്പം മരണത്തിലേക്ക് യാത്രയാകുകയായിരുന്നു ഐഡ. അപകടം നടന്ന് ഏതാനും ദിവസത്തിന് ശേഷം ഇസിഡോറിന്റെ മൃതദേഹം അറ്റ്ലാന്റിക്കിൽ നിന്ന് കിട്ടി. 1888 43-ാം ജന്മദിന സമ്മാനമായിട്ട്
ഐഡ നൽകിയ സ്ട്രോസ് എന്ന പേരെഴുതിയ വാച്ച് ഭദ്രമായിട്ട് പോക്കറ്റിൽ ഉണ്ടായിരുന്നു. ജൂൾജർ ഗെൻസൺ കമ്പനി 18 കാരറ്റ് സ്വർണത്തിൽ ഉണ്ടാക്കിയ വാച്ച് ഐഡയുടെ മൃതദേഹം കണ്ടെടുക്കാൻ വാച്ച് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഐഡയുടെ മൃതദേഹം കണ്ടെടുക്കാനേ കഴിഞ്ഞില്ല. സ്ട്രോസ് കുടുംബത്തിന്റെ കയ്യിലേക്ക് തിരിച്ചെടുത്തിയ വാച്ച് ഇസിഡോറിന്റെ പ്രപൗത്രനായിട്ടുള്ള കെന്നത്ത് ഹോൾസ്റ്റർ സ്ട്രോഡ് നന്നാക്കി സൂക്ഷിച്ചു. അതാണ് ബ്രിട്ടനിലെ ഹെൻറി മാൾറിസ് ആൻസൺ ലേല കമ്പനി ലേലം ചെയ്തത് കേട്ടോ. അപ്പൊ ഇതാണ് വാച്ചിന്റെ കഥ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയ ഒരു പ്രണയ സമ്മാനം അവരുടെ മരണത്തിന് ശേഷവും അത് വിലയുള്ളതായിട്ട് അത്രയും വില ഉള്ള ഒരു കാര്യമായിട്ട് നിലനിർത്തുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇനി നമ്മൾ എന്താ പറയാൻ പോണത്, ഒരു വാർത്ത കൂടി പ്രധാനമായിട്ട് പത്രത്തിലുണ്ട്. 1-2 കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യം കുറച്ച് നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് വാർത്തകളല്ലേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ആദ്യം പറയുന്നത് കേട്ടോ. മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ട്. അത് ജനിതക മാറ്റം വരുത്തിയ നെല്ലിനങ്ങൾ ശാസ്ത്രജ്ഞർക്ക് നെല്ലിനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ശാസ്ത്രജ്ഞർക്ക് മാധ്യമ വിലക്ക് ആയിട്ട് കേന്ദ്രം വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. അതായത് അതിനെ പറ്റി ഒന്നും ഇപ്പൊ മിണ്ടണ്ട പത്രങ്ങളോട് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് അറിയോ? ന്യൂഡൽഹിയിലാണ് ജനിതക മാറ്റം വരുത്തിയ 2 നെല്ലിനങ്ങളെ ചൊല്ലി ഉണ്ടായ ഒരു വിവാദം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തില് ശാസ്ത്രജ്ഞർക്ക് മാധ്യമങ്ങൾക്ക് മുൻപില് അഭിപ്രായ വിലക്ക് ഏർപ്പെടുത്തി. സംഭവിച്ചതെന്നാണ് പറയുന്നത്. അത് കണ്ടെത്തലുകളിൽ പൂർണ്ണ ബോധ്യം ഉണ്ടാകുന്നത് വരെ അവ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നുള്ളൂ കേട്ടോ. പൂർണ്ണമായിട്ട് അത് ബോധ്യം ഉണ്ടാവണം അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ